മീറ്റ് മിസ്റ്റർ രാഹുൽ കിഷാദ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷറി ലൈഫ് പുട്ടപ്പ് ചെയ്ത് ബൂം ബൂമായി നടക്കുന്ന ഇയാൾ ശരിക്കും ആരാണ്? സ്വയം മില്യണയർ ആണെന്ന് അവകാശപ്പെട്ട് 10ാമത്തെ വയസ്സിൽ റിട്ടയർഡായ അയാൾ ശരിക്കും കേരളക്കരയെ പറ്റിക്കുകയല്ലേ? വീണാൽ 4 കാലിൽ വീഴുമെന്ന് പറഞ്ഞ അയാൾ ഞാൻ വീണാലും 4 കാലിലേ വീഴത്തുള്ളൂ. വീണപ്പോൾ 2 കാലിൽ വീണത് സ്കാമല്ലേ? വെറും 250 രൂപയ്ക്ക് ഒരു കാർ വാഷ് കേന്ദ്രം നടത്തും. മില്യണയർ ആണെന്ന് കാണിക്കുന്ന ഇയാൾ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതെ, കൈ നല്ല VPN ഉണ്ട്. ഏതൊക്കെ കൺട്രി കിട്ടും? എല്ലാ കൺട്രിയും കിട്ടും. എല്ലാ കൺട്രിയും കിട്ടും. നല്ല സ്പീഡ് കിട്ടുമോ? കിട്ടും. ഏത് കൺട്രിയിലായിരിക്കും നല്ല സ്പീഡ് കിട്ടുന്നത് VPN ഇട്ട് കഴിഞ്ഞാൽ? അമേരിക്ക, വയാഗ. നോട്ടി അമേരിക്ക നോക്കാം. രാഹുലേ, സ്വന്തമായിട്ട് 25 കാർ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് കാണിക്കാൻ പറ്റൂ? അറ്റ്ലീസ്റ്റ് ആ പെറ്റിയുടെ റിപ്പോർട്ട്സ്. ഇത് കളിച്ചിട്ട് അടുത്ത അങ്ങോട്ട് വരുന്നുണ്ട്. 25 ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എടുത്തോളാം. നീ ഇപ്പം പോടാ അങ്ങോട്ട്. ഇന്നലെ എടുത്ത സാധനമാ. എന്താ പുതിയ വണ്ടി കിട്ടി. ഹോട്ട് വീല്. പുതിയ ഹോട്ട് വീല് കിട്ടി. 26ാമത്തെ ഹോട്ട് വീല്. കണ്ടോ ബിസിനസ് മൈൻഡിലൂടെ കിട്ടിയത്. കണ്ടോ അടിച്ചിട്ടേക്കുന്നുണ്ട്. ഹോട്ട് വീല് 26. വെളി ആള് വന്നിട്ടുണ്ട് കാറ് കഴുകാൻ. അങ്ങോട്ടല്ലേ? പപ്പ വന്നിട്ടില്ല കാറ് കഴിയാൻ. പപ്പയൊന്നും വന്നിട്ടില്ല. അങ്ങോട്ടല്ലടാ. വലിയ വൈകിട്ട് ഞാൻ കഞ്ഞൊന്നും തരത്തില്ല. പോകട്ടെ. എന്റെ ലിസ്റ്റ് നിന്റെ ലിസ്റ്റ് പോടാ. ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് വരട്ടെ. നീ പോടാ. ഇത് കഴുകണോ? പിന്നെ കഴുകാതെ. കഴുകുമ്പോ ഇത് മുഴുവൻ കഴുകണോ അതോ പകുതി കഴുകിയാൽ മതിയോ? നീ മുള്ളുമ്പോ മുഴുവൻ മുള്ളുവോ അതോ പാതിക്ക് വെച്ച് നിർത്തുവോ? കിടന്ന് മുള്ളുവാണെങ്കിൽ മൊത്തം അങ്ങ് പോകും. അല്ലാണെങ്കിൽ ഇത്രയൊക്കെ ഇരിക്കും. എടാ പൊട്ട, മുഴുവൻ കഴുകണം. എന്നാ താക്കോലോ കഴുകിയിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മളെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. അപ്പം ആ കുറ്റം പറയുന്നതിന് ഇടയ്ക്കായപ്പോലും ഞാൻ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. നോക്കും ലെജൻഡാ. അപ്പം ഇതിൻ്റെ പവർ നമ്മളൊന്ന് അറിയണ്ടായോ? ഓടിച്ചു നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പം ഇല്ലെന്ന് പറയുന്നവർക്ക് ഇതൊരു തെളിവാണ്. ഓക്കെ, ഇതുപോലൊക്കെ ഉള്ളവനെ പോലീസ് പിടിക്കാ വേണ്ടേ അല്ലേ? എക്സ്ക്യൂസ് മീ. യെസ്. അല്ല സാറേ, അന്നത്തെ കഴിഞ്ഞായിരുന്നു. പിന്നെന്തുവാ വഴി വല്ലതും പറഞ്ഞു പറഞ്ഞേ? സത്യം പറ, നിന്റെ കഞ്ചാവില്ലയോ? ശരിക്കും ഇല്ലേ നിന്റെ കഞ്ചാവ്? ഞാൻ എന്തിനാ കൊടുത്തു തീർത്തില്ലേ? പിന്നെ എന്റെ കയ്യിൽ എങ്ങനെ കാണും? എന്തുവാ ഇത്? നീ ആർക്കാ കൊടുത്തേ? എന്റെ ഇത് മേടിച്ചോണ്ട് പോയാ എന്തുവാ ഇത്? സംശയത്തിലൊക്കെ ചോദിക്കുന്നേ. സത്യം പറയടാ. ജഡ്ജി നിന്നെ ഞങ്ങള് പൊക്കിക്കോളാം കേട്ടോടാ. പിന്നെ ഞാൻ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ വേണ്ടി പോലും എന്നെ പൊക്കാൻ വേണ്ടി. കമ്മിങ് ടു ദ പോയിന്റ്, മിസ്റ്റർ രാഹുൽ കിഷാദ്. ഇതാണ്ട എൻ്റെ 25 വണ്ടിയുടെ ബില്ല്. ഞാൻ ഇതുവരെ എടുത്ത വണ്ടിയുടെ എല്ലാ ലിസ്റ്റും ഇതിലുണ്ട്. ഈ ഗ്രീസിയർ അവിടെ നിന്ന് എന്തോടാ ചെയ്യുന്നേ? അമ്മ അത് തള്ളി താഴെ അമ്മ വീട് എടുത്തോണ്ടിരിക്കുന്ന കണ്ടില്ലയോ? 25 വണ്ടിയുടെ ലിസ്റ്റ്. അയ്യോ, ഇത് കൊച്ചിന്റെ അസൈൻമെന്റ് പേപ്പർ അല്ലയോ? അതെടുത്തോണ്ടിരിക്കാൻ പറ്റുമല്ലോ. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടലുകൾ സോഷ്യൽ മീഡിയ കാണിക്കുന്ന താങ്കൾക്ക് താങ്കളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം HDMI യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ചേഷ്ടകളും താങ്കളുടെ മുഖത്ത് പ്രകടമാണ്. അപ്പൊ എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ കിഷാദ്? റെഡിയാണോ? പറവകൾ പറക്കട്ടെ, പറവകൾ മാത്രം പറക്കട്ടെ. ഇനി ഇവന്മാർക്ക് ബ്ലഡും ചെക്ക് ചെയ്യണോ? എന്തുവാടാ? അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്താ വാദം പിത്തം കാപം ഒക്കെ അറിയാൻ പറ്റുമോ? പിന്നെ എല്ലാം അറിയാൻ പറ്റും.
പറ്റത്തില്ലയോ? അയ്യോ ഇനി ഞാൻ കിളവനാന്നും കൂടെ അറിയിക്കാൻ എന്റെ കല്യാണം മുടങ്ങും. ഇത് കണ്ടോ അമ്മ ബ്ലഡ് ചെക്കിയണോ എന്നൊക്കെ പറയുന്നു. എനിക്കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അമ്മയ്ക്ക് എന്തിനാ അമ്മ ബ്ലഡ് ചെക്കിയുന്നേ? എടാ അവന്മാരെന്തായാലും ബ്ലഡ് ചെക്ക് ചെയ്യാൻ വിളിച്ചില്ലയോ? നമുക്ക് അങ്ങോട്ടൊക്കെ ചെല്ലണം. എന്തിന്? എടാ എന്തായാലും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണ്ടേ? എങ്ങനെ പോയാലും ഒരു 10-15,000 രൂപയോ? ഇതാവുമ്പോ ഫ്രീ ആയിട്ടൊക്കെ ചെയ്യാലോ. ഓ തള്ളയുടെ മോടെ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയില്ലയോ? എങ്ങനെയുണ്ട്? ഓ നല്ല ഐഡിയ. ഹലോ, നീ ബ്ലഡ് ചെക്ക് ചെയ്യണോന്ന് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമുക്ക് നാളെ ചെയ്താലോ? നാളെ പറ്റില്ല, നാളെ എനിക്ക് കോടതി. നാളെ മറ്റന്നാൾ നോക്കിയാലോ? പറ്റത്തില്ല, എനിക്ക് മറ്റന്നാള് എനിക്ക് കോടതി പോകാം. അടുത്ത ആഴ്ച എനിക്ക് മുഴുവനായിട്ട് കോടതി പോകണമെന്നുണ്ട്, അതുകൊണ്ടാ പറ്റത്തില്ല. അതിന്റെ അടുത്ത ആഴ്ച മൊത്തത്തിൽ പറ്റുമോ? അതിന്റെ അടുത്ത മൊത്തം എനിക്ക് കോടതി പോകണം. ഫുൾ ടേക്ക് കോടതി പോകണം. ഇത് ഫിക്സ് ആയിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല. പറ്റില്ല. അതുകൊട്ടെ, വേറൊരു ഡൗട്ട് വെച്ചോട്ടെ. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വരണോ? ടെസ്റ്റ് ചെയ്യാനോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഷൂറും കൂടെ നോക്കാമായിരുന്നു. നമ്മള് മറ്റേ ട്രക്കല്ലേ നമ്മള് ടെസ്റ്റ് ചെയ്യണ്ടിരിക്കുന്നത്. എന്തായാലും ടെസ്റ്റ് ചെയ്യില്ലയോ? എന്റെ ബ്ലഡ് അല്ലയോ നോക്കുന്നത് ഇതെല്ലാം കൂടെ. ഷുഗർ ഒന്ന് നോക്കണം, പ്രഷർ, പിന്നെ BP ഇതൊക്കെ ഉണ്ടോ നോക്കണം. അതിനു വേണ്ടിയായിരുന്നു. ഒരു ഡേറ്റ് കിട്ടി. പറ. ഈ മാസം ലാസ്റ്റ് 31-ാം തീയതി രാവിലെ ഒരു 10 മണിക്കും 1 മണിക്ക് ഇടയ്ക്കും പറഞ്ഞാൽ പറ്റുമോ? നോക്കാം. അന്ന് എന്തായിരുന്നു പ്രത്യേകത? അന്ന് മറ്റേ രക്തപരിശോധന ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ചെയ്യാനോ? ഫ്രൂട്ട് കിട്ടും, വേണമെങ്കിൽ മതി. ഫ്രൂട്ട് കിട്ടുമോ? അതും നല്ല പരിപാടിയാണ്. മറ്റേ ബ്ലഡ് രക്തദാനം അല്ലേ? രക്തദാനം മഹാദാനം ഒന്നില്ല. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? പിന്നെ തിരക്കെന്ന് പറയണം. എന്താ കഴിച്ച്? ഞാൻ രാവിലെ പൊറോട്ടയും ബീഫും കഴിച്ചു. ദഹിച്ചില്ല, വയറ്റിന് ഭയങ്കര പ്രശ്നമെന്ന്. ഞാനെന്തിനാ പറയില്ലയോ? നമ്മുടെ പൊട്ടിക്കലും ബോംബൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലായിരുന്നോ? അടുത്ത എക്സ്പോസിംഗ് ഉണ്ടെന്നോ? ഡീറ്റെയിൽസ് പറ, ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. അങ്ങ് പൊട്ടിക്കാം, ബോംബ് പൊട്ടിച്ചു കളിക്കാം. മീറ്റ് മിസ്റ്റർ വൈശാഖ്. സോഷ്യൽ മീഡിയയിൽ സ്വയമായി കോടതിയായി പ്രഖ്യാപിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കൊളയട്ട. സോഷ്യൽ മീഡിയയിൽ ഉന്നതയിൽ നിൽക്കുന്നവരെ കീഴെ കൊണ്ടുവന്ന് കാൽച്ചോട്ടിൽ ഏൽപ്പിക്കുന്ന ഒരു സ്കാമർ. ശരിക്കും ഇദ്ദേഹം ആരാണ്? നമുക്ക് അവനെ ഒന്ന് വലിച്ചു കീറിയാലോ. അവന്റെ പൂർവ്വ ചരിത്രം, പോലീസ് പിടിച്ച ചരിത്രം. ഹലോ എടാ എഡിറ്ററെ, അവന്റെ ഫോട്ടോ കഴിച്ച്. ഹലോ എടാ പൊട്ടാ മൊണ്ണേ, എടാ നിന്നെ നീ തന്നെയാണ് എക്സ്പോസ് ചെയ്തോണ്ടിരിക്കുന്നത് വൈശാഖെ. പറവകൾ പറക്കട്ടെ, പക്ഷെ എല്ലായിടത്തുനിന്നും പറവകൾ പറക്കട്ടെ.